ക്രിസ്തുവിനെ അറിയുന്നതിലും അവിടുത്തെ അനന്തമായ അനുഗ്രഹങ്ങളിൽ നിന്നും പ്രാപിക്കുന്നതിലുമാണ് എല്ലാ യഥാർത്ഥ ക്രിസ്തീയ അനുഭവങ്ങളും ഉൾക്കൊള്ളുന്നത്. ഞങ്ങളുടെ എല്ലാ സ്നേഹിതരെയും ജീവസന്ദേശത്തിൻ്റെ ഫിലിപ്പർക്ക് എഴുതിയ ലേഖന പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉന്നതമായ അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാം അനുഭവിക്കാത്ത കാര്യങ്ങൾ എത്ര വാക്ചാതുര്യത്തോടെ അവതരിപ്പിച്ചാലും മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടണമെന്നില്ല. ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിച്ചറിഞ്ഞ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ഈ കത്ത് നമ്മുടെ ജീവിതത്തിലും ആത്മാവും ജീവനുമായി വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വചനങ്ങൾ ഞങ്ങളോടൊപ്പം ശ്രദ്ധിച്ചാലും. എൻ്റെ സ്വഭാവങ്ങളിൽ ചിലതിന് ഞാൻ മാറ്റം വരുത്തുന്നതിനാൽ ദൈവം എന്നെ അംഗീകരിക്കണമെന്ന് പറയുന്നത് മഠയത്തരമാണല്ലേ? ദൈവത്തിൽ നിന്നും മാത്രമാണ് നീതി വരുന്നത്. ക്രിസ്തുവിൽ ആശ്രയിക്കുന്നത് മാത്രമാണ് നമ്മെ നീതിമാന്മാരാക്കുന്നത്. അവിടുത്തെ പൂർണ്ണമായും നീതി അവൻ നമുക്ക് നൽകിയിട്ട് അതിന് പകരമായി നമ്മുടെ പാപവും കുറവുകളും അവൻ ഏറ്റെടുത്തു. ഈ മാർഗത്തിലൂടെ അല്ലാതെ ദൈവത്താൽ അംഗീകരിക്കപ്പെടുവാൻ വേറൊരു മാർഗവുമില്ല. തൻ്റെ ജീവിതത്തിലൂടെ വിശുദ്ധ പൗലോസ് ഇത് വ്യക്തമാക്കുന്നത് നമുക്ക് ഈ ദിവസങ്ങളിൽ പഠിക്കുന്ന ഭാഗത്തു നിന്നും കാണാവുന്നതാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞു. എന്നാൽ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ഒരു നിർത്തില്ലാതെ ഫുൾ സ്റ്റോപ്പില്ലാതെ ഒരുമിച്ച് കൊടുത്തിരിക്കുന്നതിനാൽ നാം ഇത് ഒരുമിച്ച് ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാമില്ല, പ്രത്യേകിച്ച് 10-11 വാക്യങ്ങൾ. 9 മുതൽ ഞാനൊന്ന് വായിക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നു വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. ഈ 10-11 വാക്യങ്ങളിൽ നാം വായിച്ച ഭാഗം നോക്കുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു വസ്തുതയാണ് അവിടെ വിശുദ്ധ പൗലോസ് വിവരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്? വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ജീവിത നടപ്പിനും പ്രവർത്തനത്തിനും യാതൊരു ലക്ഷ്യബോധവും ഉത്തേജനവും ഇല്ലാത്തതായി തീരുക എന്നാണെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. കൃപയാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എങ്കിൽ ആ വ്യക്തി വെറുതെ ഇരുന്ന് സമയം ചെലവഴിക്കുന്നവനാണെന്നാണ് അവരുടെ ചിന്താഗതി, ഈ നേരത്തെ പറഞ്ഞ ആളുകളുടെ ചിന്താഗതി. അത് ശരിയല്ല. രക്ഷിക്കുന്ന വിശ്വാസം പ്രവർത്തനത്തിനായി മുമ്പോട്ട് നയിക്കുന്ന വിശ്വാസം കൂടിയാണ്. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിൻ്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, താങ്കൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാകുന്നുവെങ്കിൽ അതിൻ്റേതായ പ്രവൃത്തികൾ താങ്കളിൽ നിന്ന് കാണുവാൻ കഴിയണം. അങ്ങനെയുള്ള പ്രവൃത്തികൾ താങ്കളിൽ ഇല്ല എങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെട്ട വ്യക്തി അല്ല എന്ന് ഞാൻ ചിന്തിച്ചാൽ അതിൽ തെറ്റുണ്ടോ? അതാണ് പൗലോസ് അപ്പോസ്തലനും പറയുന്നത്. താങ്കൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവനെങ്കിൽ താങ്കൾക്ക് പുത്തൻ ഉത്തേജനവും പുതിയ ലക്ഷ്യവും പുതിയ ഉദ്ദേശവും പുതിയ ജീവിത രീതിയും ഉണ്ടായിരിക്കും.
അതെ, ക്രിസ്തുവിലുള്ള വിശ്വാസം താങ്കളെ രൂപാന്തരപ്പെടുത്തിയിട്ടില്ല എങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല. പഴയ ജീവിതം തന്നെ നയിക്കുന്ന പഴയ മനുഷ്യൻ തന്നെ ആയിരിക്കും താങ്കളെന്ന് മറക്കരുത്. പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭ്യമായ ശക്തിയിൽ കൂടിയുള്ള പ്രവർത്തനത്തെയാണ് പൗലോസ് പ്രകടമാക്കുന്നത്. ഏതൊരു പ്രമാണത്തെക്കാളും ഉന്നതമായത്. ന്യായപ്രമാണത്തിന് കീഴിൽ ഈ മനുഷ്യൻ ദമസ്കോസിലേക്ക് പോയി. ക്രിസ്തുവിൻ്റെ അനുയായികളെ ഉപദ്രവിക്കുവാൻ തയ്യാറായി അവൻ പോയി. എന്നാൽ വിശ്വാസം, അതെ, കൃപാവ്യവസ്ഥിതിയിൽ അവൻ ഭൂമിയുടെ അറ്റത്തോളം പോയി ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുകയും അനേകരെ ക്രിസ്തുവിൻ്റെ അനുകാരികളാക്കി തീർക്കുകയും ചെയ്യും എന്ന് നാം കാണുന്നു. വിശ്വാസം താങ്കളിൽ നല്ല പ്രവൃത്തികൾ ഉളവാക്കുന്നതാണ്. എന്നാൽ നല്ല പ്രവൃത്തികൾ രക്ഷയ്ക്ക് നിദാനമല്ല എന്ന് മറക്കരുത്. രക്ഷയ്ക്കായി ക്രൂശിൽ മാത്രമേ ശരണപ്പെടുവാൻ കഴിയുകയുള്ളൂ. ആത്മരക്ഷയ്ക്കായി മനുഷ്യന് വേറെ മാർഗമൊന്നുമില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിനെ നിങ്ങൾ എന്തു ചെയ്യുമെന്ന ചോദ്യമേ ദൈവം നഷ്ടപ്പെട്ട ഒരു പാപിയോട് ചോദിക്കുന്നുള്ളൂ. താങ്കൾ യേശുവിനെ താങ്കളുടെ രക്ഷകനായി സ്വീകരിക്കുമെങ്കിൽ താങ്കൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടും. വിശ്വാസത്താൽ മാത്രം ലഭ്യമാകുന്ന നീതീകരണമത്രേ അത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള താങ്കളുടെ ജീവിതം പോലും രക്ഷയ്ക്കായുള്ള നീതീകരണത്തോടെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയില്ല. ദൈവത്തിനു വേണ്ടി ജീവിക്കുക എന്ന ലക്ഷ്യം ഉളവാക്കുകയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം താങ്കളിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടത്രേ പൗലോസ് അപ്രകാരം ജീവിതത്തിൽ മുൻപോട്ട് പോയത്. ചിലർ ദൈവത്തിനു വേണ്ടി യാതൊന്നും പ്രവർത്തിക്കുന്നില്ല, തങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ചിലർ പറയുന്നു. എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയില്ല, പാടുവാൻ കഴിയില്ല, പരസ്യമായി പ്രാർത്ഥിക്കാൻ പോലും അറിയില്ല എന്നാണ് പലരും പരാതിപ്പെടുന്നത്. അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ചിലരുടെ പക്ഷം രക്ഷിക്കപ്പെട്ടല്ലോ, ഇനി എന്താണ് ചെയ്യാൻ? രക്ഷ വിശ്വാസത്താലല്ലേ, പ്രവൃത്തികൾ വേണ്ടല്ലോ. സുഹൃത്തെ, അങ്ങനെ തോന്നത്തക്കവണ്ണമാകുന്നു ഞാൻ പഠിപ്പിച്ചതെങ്കിൽ ഞാൻ അതേക്കുറിച്ച് ദുഃഖിക്കുന്നു. ഒരു വിധത്തിൽ സൽക്കർമ്മങ്ങളാൽ രക്ഷ പ്രാപിക്കാമെന്ന് ചിന്തിക്കുന്നവരെക്കാൾ ഏറെ പ്രവർത്തിക്കേണ്ടത് വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചവരാണ്. നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നമ്മുടെ ലക്ഷ്യം ദൈവനാമ മഹത്വം ഒന്ന് മാത്രമായി മാറിക്കഴിഞ്ഞു. അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാണ് ഓരോ ദൈവ പൈതലും. ആ കാഴ്ചപ്പാട് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിനായി പ്രാർത്ഥിക്കൂ സുഹൃത്തെ. അത് ലഭിച്ചിട്ടും ലക്ഷ്യം തെറ്റി ഓടുന്നെങ്കിൽ സൂക്ഷിക്കണേ. സുവിശേഷം അറിയിക്കുവാനല്ല താങ്കളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ അത് അറിയിക്കുന്നവരുടെ പിൻപിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യാമല്ലോ. അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ രക്ഷിക്കപ്പെട്ട ആർക്കും അവകാശമില്ല. ദൈവവചനം നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ പരിശ്രമിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും താങ്കൾക്ക് സഹായിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവവചനം മറ്റുള്ളവരിൽ എത്തിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിക്കുന്നിടത്തോളം കാലം ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതായിരിക്കണം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷാനിർണയം പ്രാപിച്ച ഓരോ വ്യക്തിയുടെയും ഉദ്ദേശം. ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള പ്രചോദനം ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മിൽ ഉളവാക്കുന്നു. ക്രിസ്തുവിനെ അനുഭവിച്ചറിയേണ്ടതിന് എന്ന് നാം വായിക്കുന്നു. ജീവിതാന്ത്യത്തിലും ക്രിസ്തുവിനെ അറിയണമെന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ്റെ അഭിലാഷമായിരുന്നു. എന്നാൽ തങ്ങൾക്ക് പൂർണ്ണ അറിവുണ്ടെന്ന് ആ ധാരണ ചില വിശ്വാസികളിൽ നാം എപ്പോഴും കാണും. എന്നാൽ ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും ശ്രേഷ്ഠനായ ആ സുവിശേഷ പ്രസംഗകൻ പോലും തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിൽ പറഞ്ഞത് ക്രിസ്തുവിനെ അറിയണമെന്നുള്ളതാണ് എൻ്റെ ജീവിതാഗ്രഹം. ക്രിസ്തുവിനെ അറിയുക എന്ന് പൗലോസ് പറയുമ്പോൾ തൻ്റെ ആയുസ്സിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്ത സമയത്തും അവൻ ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ലയോ എന്നൊരു ചോദ്യം വരും. പൗലോസ് പറയുകയാണ്, ഇല്ല, അതിൻ്റെ ആഴങ്ങളെ അറിയുവാൻ ഇനിയും അധികമുണ്ട്. ക്രിസ്തുവിൻ്റെ ആളത്വം, അവൻ്റെ പുനരുത്ഥാനം, അവൻ്റെ ശക്തി, ഇവ അറിയുക എന്നതായിരുന്നു പൗലോസിൻ്റെ താല്പര്യം. അറിയുക എന്ന ഈ പ്രയോഗത്തിൽ തന്നെ യഥാർത്ഥ മതത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് ദർശിക്കാവുന്നതാണ്. ക്രിസ്തുവിനെ അറിയുന്നതിലും അവിടുത്തെ അനന്തമായ അനുഗ്രഹങ്ങളിൽ നിന്ന് പ്രാപിക്കുന്നതിലുമാണ് എല്ലാ യഥാർത്ഥ ക്രിസ്തീയ അനുഭവങ്ങളും ഉൾക്കൊള്ളുന്നത്. ദൈവസ്നേഹവും
ദൈവകൃപയും ദൈവശക്തിയും എല്ലാം നമ്മുടെ മുഴുവൻ ഗ്രഹണശക്തിയെയും അവ അനുഭവിക്കുന്ന ഏറ്റവും ഉയർന്ന അവസ്ഥയെയും അതിജീവിക്കുന്നതാകയാൽ ഒരു ദൈവപൈതലിൻ്റെ വിശ്വാസ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയുടെ പുതിയതും എന്നും വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഉൾക്കാഴ്ചയോടുകൂടിയതുമായൊരു നീണ്ട നിരയായി പ്രതിനിധീകരിക്കാവുന്നതാണ്. അവൻ എന്തായിരിക്കുന്നു എന്നും അവനിൽ ആശ്രയിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി അവന് ചെയ്യുവാൻ സാധിക്കുന്നതും നിരന്തരമായും ആവർത്തിച്ചും അറിയുന്ന അവസ്ഥയാണ് ഈ അറിവ്. ഇത് അനുഭവിക്കുന്നവർ അറിയാതെ തുള്ളിച്ചാടും. അങ്ങനെയുള്ള അനുഭവം നിരന്തരമായ സന്തോഷത്തിൻ്റെ അവസരങ്ങളുമായിരിക്കും. ക്രിസ്തുവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി മനസ്സിലാക്കുന്ന അസുലഭ അവസരമെന്ന് ഞാൻ വിളിക്കട്ടെ. ഇതുപോലെ കർത്താവിനെ അറിയുവാനായി മുൻപോട്ട് പോകുന്ന മനുഷ്യൻ ഒരു പർവ്വതാരോഹണകനെ പോലെയാണ്. ഓരോ കൊടുമുടികളും കീഴടക്കുമ്പോൾ മുകളിലേക്ക് കുതിക്കുവാനാണ് അവൻ്റെ വാഞ്ച. അങ്ങനെ കയറുമ്പോൾ തനിക്ക് ചുറ്റുമുള്ള പുതിയതും വിശാലവുമായ പ്രകൃതി ദൃശ്യത്താൽ അവൻ സന്തുഷ്ടനായിരിക്കും. ഇവിടെ പറയുന്നത് ഒരു യോഗിയുടെ സ്വപ്നത്തിലുള്ള അറിവല്ല, സാധാരണ നാം കേൾക്കുന്ന ജ്ഞാനമല്ല. നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങളെയും ശുദ്ധീകരിക്കുകയും തൻ്റെ സ്വഭാവത്തോട് നമ്മുടേതിനെ അനുരൂപമാക്കുകയും ചെയ്യുന്ന രക്ഷകൻ്റെ സ്നേഹനിർഭരമായ, ഉത്തേജിപ്പിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന അറിവാണ്. തുടർന്നുള്ള വാക്യങ്ങളിൽ ഈ അറിവ് പൗലോസിൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ നമുക്ക് കാണാവുന്നതത്രേ. താൻ കൂടുതൽ അറിയുവാനായി ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാകുന്നു. ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഈ വാക്കുകൾ എത്ര അർത്ഥപൂർണമാകുന്നു എന്ന് ഓർക്കണം. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമുക്ക് നൽകിയത് എന്തൊക്കെയാണെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, അത് നമുക്ക് ജീവൻ നൽകിയെന്ന് യോഹന്നാൻ എഴുതുമ്പോൾ 14-ാം അധ്യായത്തിന്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 2, അത് നമുക്ക് സമാധാനം നൽകിയെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 3, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമുക്ക് പ്രത്യാശ നൽകിയെന്ന് പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അതുമാത്രമല്ല, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമുക്ക് വിശുദ്ധി നൽകിയെന്ന് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമുക്ക് ഒന്ന് നമ്മുടെ നീതീകരണത്തിൻ്റെ തെളിവാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ അതാണ് കാണുന്നത്. 2, നമ്മുടെ തേജസ്കരണത്തിൻ്റെ ഉറപ്പാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. 3, നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ പ്രതിജ്ഞയാണ്. അത് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം കാണുന്നു. ഒടുവിലായി സേവനത്തിനായുള്ള നമ്മുടെ ശക്തിയുടെ നിശ്ചയമാണ്, ഉറപ്പാണ്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. നമ്മുടെ നീതീകരണത്തിൻ്റെ തെളിവാണ്, അല്ലെങ്കിൽ തേജസ്കരണത്തിൻ്റെ ഉറപ്പാണ്, വിശുദ്ധീകരണത്തിൻ്റെ പ്രതിജ്ഞയാണ്, സേവനത്തിനുള്ള നമ്മുടെ ശക്തിയുടെ നിശ്ചയമാണ്, ഉറപ്പാണ് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി. മരണം, പാപം, ലോകം, ജഡം, പിശാച് എന്നിവയെല്ലാം അതിജീവിക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്നതാണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി. അതിൻ്റെ അർത്ഥം ആദ്യോടന്തം വിജയമെന്നത്രേ. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമുക്ക് ആദ്യോടന്തം വിജയം നൽകുന്നതാണ്. ഈ ശക്തിയുടെ മുൻപിൽ ബുദ്ധിമുട്ടുകളുടെ കല്ലുകൾ ഉരുണ്ടു മാറി, പൂട്ടിക്കിടന്നിരുന്ന വാതിലുകൾ തുറന്നു, അവിശ്വാസം ഓടിമറഞ്ഞു, ലോകം മുഴുവൻ കുലുങ്ങി. ഈ ശക്തി അപാര ശക്തിയായിരുന്നു. ഇന്നും ആ ശക്തി വിശ്വസിക്കുന്ന, തന്നിൽ ആശ്രയിക്കുന്ന ഏതൊരു ദൈവപൈതലിനും ലഭ്യമാണ്. എത്ര വലിയ അനുഭവമാണല്ലേ! ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആ ശക്തിയുടെ സാധ്യതയ്ക്ക് അതിരില്ല. സുഹൃത്തെ, എഫെസ്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ വ്യാപ്തി നാം വായിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല, നിങ്ങളെടുത്ത് വായിച്ചാൽ മതി. ജീവിതത്തിലെ പരീക്ഷകളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഇതാ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമുക്കായി തന്നിരിക്കുന്നു. അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും എന്ന് നാം തുടർന്ന് വായിക്കുന്നു. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ
നാം എത്രമാത്രം അനുഭവിച്ചറിയേണ്ടതാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചു. അവൻ എനിക്ക് വേണ്ടി എത്രയും അധികം കഷ്ടം സഹിച്ചപ്പോൾ എനിക്ക് അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടാളിയാകണം. ക്രിസ്തുവിനെ അറിയുന്നതും അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി അറിയുന്നതും നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുന്നതാണ്. യേശുവിലൂടെ ഉത്ഭുതമാകുന്ന പുനരുത്ഥാന ശക്തി എപ്പോഴും ലഭ്യമാണ്. എന്നാൽ അത് വളരെ വില കുറഞ്ഞ ഒന്നായി പുതിയ നിയമത്തിൽ ഒരിടത്തും പ്രസ്താവിക്കുന്നില്ല. പുനരുത്ഥാന ശക്തിയുടെ ലഭ്യത ആശ്രയിച്ചിരിക്കുന്നത് അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയിലാണ്. വിശ്വാസത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നത് ഒരു ശിക്ഷയല്ല, പിന്നെയോ അവകാശമാണ്. യേശുവിൻ്റെ പ്രവൃത്തിയിലും ഉദ്ദേശത്തിലും നാം അങ്ങനെ പങ്കാളികളായി തീരുകയാണ്. ക്രിസ്തുവിനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അറിയേണ്ടതിനായി പൗലോസ് സകലവും ഉപേക്ഷിച്ചു. അതായത് അവൻ്റെ കുടുംബം, കൂട്ടുകാർ, സ്വാതന്ത്ര്യം പോലും സന്യസിക്കുവാൻ പോയി എന്ന അർത്ഥത്തിലല്ല. തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കുവാനുള്ള ഒന്നിനെയും അവൻ അനുവദിച്ചില്ല എന്ന് ചുരുക്കം. ഈ അറിവും ഈ ശക്തിയും ഇന്ന് നമുക്ക് ലഭ്യമാണ്. എന്നാൽ അത് പൂർണ്ണമായി ആസ്വദിക്കുവാൻ നാം ത്യാഗം ചെയ്യേണ്ടതുണ്ട്. ക്രിസ്തുവിനെ അറിയുവാനായി എന്തെല്ലാമാണ് താങ്കൾക്ക് ഉപേക്ഷിക്കാവുന്നത്? ഓരോ ദിവസവും കുറേ സമയം പ്രാർത്ഥനയ്ക്കും ബൈബിൾ പഠനത്തിനും വേറിട്ട് നൽകരുതോ? നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അംഗീകാരം ഇല്ലെങ്കിലും ലക്ഷ്യത്തിലേക്ക് പോകരുതോ? താങ്കളുടെ ചില പദ്ധതികളും സന്തോഷങ്ങളും എന്തായിരുന്നാൽ തന്നെയും ക്രിസ്തുവിനെ അറിയുവാൻ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അത് നഷ്ടമല്ല. വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം നാം പ്രാപിക്കണം. പൗലോസിൻ്റെ ആഗ്രഹം അതായിരുന്നു. വല്ല വിധേനയും എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നതിന് സഭയെ ചേർക്കുവാൻ കർത്താവ് മധ്യാകാശത്തിൽ വരുന്നതിൽ പൗലോസിന് സംശയമുണ്ടെന്നല്ല അർത്ഥമാക്കുന്നത്. പൗലോസ് തൻ്റെ ജീവിതത്തിൽ പൂർണ്ണതയിൽ എത്തിച്ചേർന്നു എന്ന് ഒരിക്കലും അവകാശപ്പെട്ടിരുന്നില്ല. എന്നാൽ സഭയുടെ ഉൾപ്രാപണത്തിൽ എന്ന് പറഞ്ഞാൽ മധ്യാകാശത്തിലെ കർത്താവിൻ്റെ വരവിൽ തനിക്കും പങ്കുണ്ട് എന്ന വസ്തുതയാണ് പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കർത്താവിൻ്റെ പ്രത്യക്ഷത തന്നെ ഈ ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നതായിട്ടല്ല, അത് അവൻ്റെ സന്നിധിയിൽ എത്തിക്കുന്നതത്രേ എന്നാണ് പൗലോസ് പറയുന്നത്. ഞാൻ ഈ 12-ാം വാക്യം വായിക്കാം. അവിടെ നാം വായിക്കുന്നത്, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. പൂർണ്ണതയിൽ എത്തിച്ചേർന്നിട്ടില്ല, തികഞ്ഞവനായിട്ടില്ല എന്ന ചിന്ത പൗലോസിനെ ആ വഴിക്കുള്ള മുന്നേറ്റത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. പൂർണ്ണത എന്നാൽ തികഞ്ഞ പക്വത എന്ന അർത്ഥമാണുള്ളത്. ആ അവസ്ഥയിൽ താൻ ആയിരിക്കുന്നു എന്ന് പൗലോസ് കരുതിയില്ല. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീനെന്ന് പത്രോസ് അപ്പോസ്തലൻ 2 പത്രോസ് 3:18 പറഞ്ഞിരിക്കുന്നതിനോട് പൗലോസ് യോജിക്കുന്നതാണ് ഈ വാക്യങ്ങൾ. ഇനിയും 13ഉം 14ഉം വാക്യങ്ങൾ നോക്കിക്കാട്ട്, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. താൻ ലക്ഷ്യപ്രാപ്തിയിലായിട്ടില്ല എന്നാണ് പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം. എത്രയോ ക്രിസ്തു വിശ്വാസികൾ തങ്ങളുടെ അജ്ഞതയിൽ തങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു പോയി എന്ന ചിന്തയോടിരിക്കുന്നുണ്ട്. സകലവും തങ്ങൾക്കറിയാമെന്ന വിചാരമാണ് ഈ പ്രിയപ്പെട്ടവർക്കുള്ളത്. ഈ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, പൗലോസ് പറയുകയാണ്. ജീവിതത്തിൽ അനേകം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കാര്യം കുഴപ്പം പിടിച്ചതാക്കാതിരിക്കുവാൻ ശ്രമിക്കുക. പൗലോസ് പറയുകയാണ്, പിൻപിലുള്ളത് മറന്നും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ അതിൻ്റെ സകല തെറ്റുകളോടും കൂടെ പൗലോസ് ഉപേക്ഷിച്ച് കളയുകയാണ് ചെയ്യുന്നത്. കാരണം അത് അവൻ്റെ ഭാവി ഫലമില്ലാത്തതാകുവാൻ ഇടയാക്കരുത്. താൻ വളർച്ച പ്രാപിക്കുകയും പുരോഗമിക്കുകയും ചെയ്യുന്നതായ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയിലാണ് പൗലോസ് ഇപ്പോൾ ജീവിക്കുന്നത്. നാളെക്കുറിച്ച് നിങ്ങൾ ഇന്നലെ വ്യാകുലപ്പെട്ട ദിവസമാണ് ഇന്നത്തേത് എന്നാരോ പറഞ്ഞിരിക്കുന്നത് എത്രയോ ശരിയുമാണല്ലേ?
എത്ര പ്രാവശ്യം നാം നമ്മുടെ സ്വയം മുഴുവൻ അങ്ങനെ വ്യാകുലപ്പെട്ട് കളഞ്ഞു. ഇവിടെ പറയുന്നു, പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു എന്ന്. വിരുദ്, സമ്മാനത്തിനു വേണ്ടി ഓടുന്ന ഒരു ഓട്ടക്കാരനോടാണ് പൗലോസ് തന്നെ ഉപമിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ അന്നത്തെ ഒളിമ്പിക് കളികൾ കണ്ടിരിക്കാൻ ഇടയുണ്ട് എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. അത് കാണുവാനുള്ള എല്ലാ അവസരങ്ങളും അവനുണ്ടായിരുന്നു എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതത്രേ. എഫെസോസിൽ അവനായിരുന്നപ്പോൾ 100,000 പേർക്ക് ഇരിക്കുവാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയം അവിടെ ഉണ്ടായിരുന്നു. അവിടെ പലപ്പോഴും ഒളിമ്പിക് ഗെയിംസ് നടന്നിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ 3 വർഷക്കാലം എഫെസോസിൽ പാർത്തിരുന്നു. പൗലോസ് കളിസ്ഥലത്ത് നിന്നുമുള്ള പല ഉദാഹരണങ്ങളും ഉപയോഗിച്ചിട്ടുള്ളതിനാൽ കളികൾ കണ്ടിരുന്നു എന്ന് വിശ്വസിക്കാവുന്നതത്രേ. ക്രിസ്തുയേശുവിൽ ദൈവം നൽകുന്ന ഉന്നതത്തിലേക്കുള്ള വിളിയാകുന്ന സമ്മാനത്തിനായി എന്തെങ്കിലും ഭൗമികമായ സമ്മാനം അഥവാ ബിരുദ് അല്ല, പിന്നെയോ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്ന സമ്മാനത്തെയാണ് പൗലോസ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരമവിളി അഥവാ ഉയരത്തിലേക്കുള്ള ദൈവവിളി എന്ന് തർജ്ജിമ ചെയ്യാവുന്നതാണ്. നാം അവൻ്റെ സന്നിധിയിൽ ചെന്ന് ചേരുവാൻ പോകുകയാണ്. തനിക്ക് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ഇവയാണെന്നത്രേ പൗലോസ് പറയുന്നത്. നാം രക്ഷയ്ക്കായി ഓടുന്നതല്ല, പിന്നെയോ രക്ഷ പ്രാപിച്ചതിന് ശേഷം ആ വലിയ പ്രതിഫലത്തിന് വേണ്ടി ഓടുകയാണ്. രക്ഷ എന്നതല്ല വിരുദ് അഥവാ സമ്മാനം. ഒന്നുകിൽ നമുക്ക് ക്രിസ്തു ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്രിസ്തു ഇല്ലായിരിക്കും. ഒന്നുകിൽ നാം അവനെ വിശ്വസിക്കുന്നു, അല്ലാത്ത പക്ഷം വിശ്വസിക്കുന്നില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ നമുക്ക് രക്ഷ ലഭ്യമാകുകയുള്ളൂ. അത് ഒരു ദാനമാണ്. ദാനം സമ്മാനത്തിൽ നിന്നും വ്യത്യസ്തമാണല്ലോ. ഒരു ദാനം ലഭിക്കുന്നതിന് വേണ്ടി നാം ഓട്ടം ഓടേണ്ട കാര്യമില്ല, അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യവുമില്ല. അതൊരു ദാനമാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അതും ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഓട്ടം ഓടി നേടിയെടുക്കുന്നതല്ല രക്ഷയെന്നുള്ളത്. നാം സ്വീകരിക്കുന്ന ഒരു ദാനമാണ് രക്ഷ. എന്നാൽ നിത്യജീവനെ പ്രാപിച്ചതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ ഒരു സമ്മാനം പ്രാപിക്കുന്നതിന് വേണ്ടി ഓടുകയാണ്. ക്രിസ്തു പൗലോസിൻ്റെ ജീവിതത്തിൽ സർവസ്വവും ആയിത്തീർന്നു. ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടി അവൻ ഇപ്പോൾ ഓടുകയാണ്. ഒരിക്കൽ അവൻ ക്രിസ്തുവിന് മുമ്പാകെ പ്രത്യക്ഷനാകും. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ ലജ്ജിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ സന്നിധിയിൽ ലജ്ജിപ്പാൻ ഇടയാകരുത് എന്നതായിരുന്നു പൗലോസിന് എപ്പോഴും ഉണ്ടായിരുന്ന ചിന്ത. നാം നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ ബോധിപ്പിക്കേണ്ടതായി വരും. ഓട്ടക്കളത്തിലിറങ്ങി ക്രിസ്തുവിന് വേണ്ടി ജീവിത ഓട്ടം നാം ആരംഭിക്കേണ്ടതത്രേ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം ലജ്ജിക്കേണ്ടി വരുമോ? ഈ ചോദ്യം നാം നമ്മോട് തന്നെ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കണം. യോഹന്നാൻ അത് പറയുമ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവൻ സൂചിപ്പിക്കുന്നത്. നമ്മെ ആക്കിയിട്ടുള്ള സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടുകൂടെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം ആവശ്യപ്പെടുന്ന നീതി ഒരു മനുഷ്യനും നിർവഹിക്കുവാനുള്ള പ്രാപ്തി ഇല്ല എന്നുള്ളതിനാലാണ് നീതിമാനില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ഇവിടെയാണ് വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത നമ്മൾ തിരിച്ചറിയേണ്ടത്. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നമ്മെ നീതീകരിക്കുന്ന ദൈവത്തിൻ്റെ ആശ്ചര്യ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ തന്നെ മുന്നിൽ വച്ചിരിക്കുന്ന ബിരുദ് നമ്മെ ഊർജ്ജസ്വലരാക്കട്ടെ.